ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് തിങ്കളാഴ്ചയാണ്. സാധാരണ നമ്മൾ തിങ്കളാഴ്ച ഏത് മെഡിറ്റേഷൻ എടുക്കല് സ്ഥിരമായിട്ട് ഓർമ്മ ഉണ്ടാർക്കെങ്കിലും? തിങ്കളാഴ്ച നമ്മൾ മണി അട്രാക്ടിങ് മെഡിറ്റേഷൻ, നമ്മുടെ ലൈഫിൽ സാമ്പത്തികമായിട്ട് സമ്പത്തുണ്ടാവാനുള്ള, സമ്പത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിന്തകൾ ഉണ്ടാവാനുള്ള മെഡിറ്റേഷനാണ് നമ്മൾ എടുക്കല്, അല്ലെ? ഇപ്പൊ നമ്മളിലൊക്കെ എത്രയോ ആളുകൾ സാമ്പത്തികമായി പ്രയാസം നേരിടുന്നവരുണ്ട്. കടങ്ങൾ കാരണവും, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വായ്പ നൽകിയിട്ട് തിരിച്ചു കിട്ടാത്തവര്, ഇങ്ങനെ പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല പ്രയാസങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നവരുണ്ട്. അപ്പൊ ഓരോ ആഴ്ചയും നമ്മൾ വ്യത്യസ്ത ടോപ്പിക്കിലൂടെയാണ് പോവല്. ഇന്ന് റിച്ച് മൈൻഡ് സെറ്റ്. നമ്മളിൽ, നമ്മുടെ സമൂഹത്തിലുള്ള ജീവിതങ്ങൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ പണമുള്ളവരാണോ ഇല്ലാത്തവരാണോ കൂടുതൽ എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ പെട്ടെന്ന് ഉത്തരം കിട്ടും. എന്താ കിട്ടല്? ആലോചിക്കാണ്ട് ഉത്തരം കിട്ടും. എന്താണ് നിങ്ങൾ പറഞ്ഞത്? പണക്കാരനാണോ ദരിദ്രനാണോ കൂടുതൽ എന്ന് ചോദിച്ചാല് എന്താ നമുക്ക് ഉത്തരം കിട്ടല്? ദരിദ്രരാണ്, അല്ലെ? ഇപ്പൊ എന്റെ കയ്യിൽ 1,00,00,000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ അത് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചാൽ അതൊരു കോടി പെട്ടെന്ന് തീരും. അത്രയും ആളുകൾ സ്വീകരിക്കുന്ന രൂപത്തിൽ സ്വീകരിക്കാൻ അർഹതപ്പെട്ടവരായി നമ്മളെ മുന്നിലുണ്ട്. എന്നാൽ ഇവർക്കൊക്കെ എല്ലാവർക്കും പണക്കാരനാവാൻ സാധിക്കും. പക്ഷെ നമ്മൾ കുട്ടിക്കാലം മുതൽക്കേ നമ്മുടെ പേരൻസിലൂടെയും സൊസൈറ്റിയിലുള്ള മറ്റ് ആളുകളിലൂടെയൊക്കെ, നമ്മളെക്കാൾ മുതിർന്ന ആളുകളിലൂടെയൊക്കെ ഇവരൊക്കെ പണത്തിന് പ്രയാസം നേരിടുന്നതാണ് നമ്മൾ കണ്ടു വളരുന്നത്. പിന്നെ പണത്തെക്കുറിച്ചുള്ള ഒരു വിദ്യാഭ്യാസം നമുക്കില്ല. നമ്മൾ എത്ര പഠനം പഠിച്ചാലും, ഡിഗ്രിയും PGയും ഏത് പഠിച്ചിട്ടുണ്ടെങ്കിലും പണം, സൈക്കോളജി ഓഫ് മണി എന്നുള്ളത് നമ്മൾ പഠിക്കുന്നില്ല. ഇതൊക്കെ കാരണം നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവുകൾ മാറ്റാൻ പറ്റാതെ, റിച്ച് മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ സാധിക്കാതെ, പണക്കാരനാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആദ്യം ഉണ്ടാവുമ്പോഴേ നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കുള്ളൂ. ദരിദ്രത്തിന്റെ മാനസിക അവസ്ഥ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, ഞാൻ പാവപ്പെട്ടവനാണ്, എന്റെ ആവശ്യങ്ങൾക്ക് പണമില്ല, എനിക്ക് പണം ഉണ്ടാക്കാൻ യാതൊരു കഴിവുമില്ല, എനിക്ക് പണം ഉണ്ടാക്കാൻ കഴിയുകയില്ല എന്നിങ്ങനെ പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നെഗറ്റീവ് ചിന്തകൾ നമ്മൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും പണക്കാരനാവാൻ കഴിയില്ല. അതാണ് നമ്മളെ ആകർഷണ സിദ്ധാന്തം പഠിപ്പിക്കുന്നത്, ലോ ഓഫ് അട്രാക്ഷൻ. നമ്മുടെ മൈൻഡ് സെറ്റ് എന്താണോ നമ്മൾ അതിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. റിച്ച് മൈൻഡ് സെറ്റ് ആണ്. ഏത് കഷ്ടപ്പാടിലൂടെയാണെങ്കിലും റിച്ച് മൈൻഡ് സെറ്റ് ആണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. ഞാൻ എല്ലാ വിഷയങ്ങളും പഠിക്കുന്ന, ഇപ്പൊ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് എല്ലാവരും രോഗികളാവുന്നില്ല? ഒരു വിഭാഗം മാത്രമാണ് രോഗം അനുഭവിച്ച് ജീവിക്കുന്നത്. അതുപോലെ പണം, എല്ലാവർക്കും പണമില്ല, ഒരു വിഭാഗത്തിന് മാത്രമാണ് പണം. ഇങ്ങനെ ഉള്ള ഒരു വിഷയങ്ങൾ ഇങ്ങനെ വർഷങ്ങളോളായി അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ജീവിതത്തെക്കുറിച്ച് നമുക്ക് ആരും പറഞ്ഞു തരുന്നില്ല. ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വിദ്യാഭ്യാസവും ജോലിയും സമ്പത്തും ഒക്കെ നേടുന്നുണ്ട്. പക്ഷെ ജീവിതത്തെക്കുറിച്ച് ഏത് രൂപത്തിലൂടെ ജീവിച്ചാലാണ് നമ്മൾ നല്ലൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുക എന്ന് പൊതുവെ നമ്മളോട് ആരും പറയലില്ല. അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു പഠനം സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ പണക്കാരെ, നല്ല പണമുള്ള ആളുകളുടെയൊക്കെ കേസ് സ്റ്റഡികൾ അവരോട് ചോദിക്കും. ഇപ്പൊ എൻ്റെ അറിവിൽപ്പെട്ട ഒരു ഫാമിലി, അവരുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ വളരെ പുവർ ഫാമിലിയാണ്. ഇദ്ദേഹം നല്ല പണമുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ വ്യക്തമായിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ്, നിങ്ങൾ മാത്രം നല്ല പണക്കാരനായിട്ടുണ്ട്, നിങ്ങൾ ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള പണം നിങ്ങളിൽ ഉണ്ട്, നല്ല ലാവിഷായി ജീവിക്കുന്നുണ്ട്, നിങ്ങൾ ഇഷ്ടംപോലെ ടൂറും കാര്യങ്ങളൊക്കെ ആയി സന്തോഷത്തോടെ നിങ്ങൾ ജീവിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സാധിക്കുന്നത്? നിങ്ങളുടെ സഹോദരങ്ങളൊക്കെ വളരെ ദയനീയമായ പാവപ്പെട്ട അവസ്ഥയിലാണല്ലോ ജീവിക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ പിതാവ് മരണപ്പെട്ടു. പിന്നെ എൻ്റെ ഉമ്മ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. അങ്ങനെ വിദ്യാഭ്യാസം ഒന്നും തരാനുള്ള സാഹചര്യം വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട്
ഈ ഉമ്മയുടെ കഷ്ടപ്പാട് കണ്ട് വളർന്ന ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ കുട്ടിക്കാലം മുതൽക്കേ ഒരു ചിന്തയുണ്ടായിരുന്നു, എൻ്റെ ഉമ്മയെ നല്ല നിലയിൽ ഇപ്പൊ ഈ കഷ്ടപ്പെട്ടുകൊണ്ട് ഞങ്ങളെ വളർത്തുന്ന ഈ ഉമ്മയെ വാർദ്ധക്യത്തിൽ നല്ലൊരു അവസ്ഥയിൽ ഞങ്ങൾക്ക് തിരിച്ചു നോക്കാൻ സാധിക്കണം. പിന്നെ എപ്പോഴും എൻ്റെ ഒരു മൈൻഡ് സെറ്റ്, ഞാൻ എപ്പോഴും ചിന്തിക്കല് പണം ഇല്ല എന്നുള്ളതല്ല. ഞാനൊരു പണക്കാരനാണ്, എനിക്ക് സോറി എനിക്ക് ഇഷ്ടം പോലെ പണം എന്നിലേക്ക് ഒഴുകണം. ഞാന് പണമില്ലാത്തൊരു സാഹചര്യത്തിലൂടെ ലൈഫ് പോവുകയാണെങ്കിലും എൻ്റെ മൈൻഡ് സെറ്റ്, എൻ്റെ മനസ്സിന്റെ അവസ്ഥ, ഞാന് പണക്കാരനാണ്, പണം ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ള ചിന്തകളായിരുന്നു കൊടുത്തിരുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 20 വയസ്സൊക്കെ ആയ സമയത്ത് ഞാൻ ഗൾഫിലേക്ക് പോവുകയും എൻ്റെ ആഗ്രഹം പോലെ തന്നെ നല്ലൊരു അവസ്ഥയിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ സാധിക്കുകയും അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചതുപോലെ ചെറിയ ചെറ്റക്കുടിലിൽ നിന്നും എൻ്റെ ഉമ്മയെ എനിക്ക് നല്ലൊരു വീടുണ്ടാക്കി അവിടേക്ക് മാറ്റാൻ സാധിക്കുകയും ചെയ്തു. ഇത്തരം നന്മയുള്ള ചിന്തകളും റിച്ച് മൈൻഡ് സെറ്റും ഉണ്ടെങ്കിൽ നമുക്ക് കീഴടക്കാൻ പറ്റാത്തതായിട്ടൊന്നും ഉണ്ടാവില്ല. നന്മയുള്ള മനസ്സിനാണ് ഏറ്റവും പ്രാധാന്യം. അതുപോലെ അദ്ദേഹം ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്നതായിട്ടും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് 3 ഘടകമാണ് വേണ്ടത്. ഒന്ന്, റിച്ച് മൈൻഡ് സെറ്റ് വേണം. നമ്മുടെ പേരൻസിനെ നല്ല നിലയിലേക്ക് നമുക്ക് ഉയർത്താൻ കഴിയണം എന്നുള്ളൊരു ചിന്ത വേണം. അതുപോലെ കിട്ടുന്നതിൽ നിന്ന് നമ്മുടെ സമൂഹത്തിലുള്ള പാവപ്പെട്ടവരെ, അതായത് ചാരിറ്റി ഉള്ളൊരു മൈൻഡ് സെറ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ തീർച്ചയായും നമ്മളിലേക്ക് പണം ഒഴുകും. മൈൻഡ് സെറ്റ് നമുക്ക് ആദ്യം മാറ്റാൻ കഴിയണം. പണമില്ല, പാവപ്പെട്ടവനാണ് എന്നുള്ള ആ മൈൻഡ് സെറ്റ് മാറ്റിക്കൊണ്ട് പണക്കാരനാണ്, ഇഷ്ടംപോലെ പണം എൻ്റെ കയ്യിലുണ്ട്, എന്നിലേക്ക് പണം ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നിങ്ങനെയുള്ള മാനസികാവസ്ഥ നമുക്ക് നിലനിർത്താൻ കഴിയണം. ഇതിലൂടെ തീർച്ചയായും നമുക്ക് സമ്പത്തുള്ള അവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. ഇത്തരം അറിവിന്റെ അഭാവമാണ് പൊതുവെ സമൂഹത്തില് നെഗറ്റീവ് മനോഭാവമാണ് പണത്തോട് വെച്ച് പുലർത്തുന്നത്. ഒന്നിനും നമുക്ക് ധൈര്യമല്ല. എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെ തുടങ്ങണമെങ്കിൽ പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള പേടി, അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് എൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് വരുമാനം ഉണ്ടാക്കാം എന്നുള്ള ചിന്തകളില്ല. എപ്പോഴും ഒരു ഉൾവലിയൽ എന്ന പോലെ ഉള്ളിൽ നിന്നും പിറകോട്ട് വലിക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ നേരിടേണ്ടി വരുന്നത് നമ്മുടെ കുട്ടിക്കാലം മുതൽക്ക് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന രൂപത്തിലുള്ള പല സംസാരങ്ങളും, നമ്മളെ മൈനസ് ആക്കിക്കൊണ്ട് അവഗണിച്ചുകൊണ്ടുള്ള പല വാക്കുകളും നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉള്ളത് കൊണ്ടാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്. അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കാനാണ് 15 ദിവസത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരുപാട് ആളുകളുടെ ലൈഫിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇമോഷൻസ് കുട്ടിക്കാലത്തും അല്ലാത്തപ്പോഴൊക്കെ സംഭവിച്ച ഇമോഷൻസ് നമ്മുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് EFTയിലൂടെ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റിക്കൊണ്ട് നമുക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിയും. മൈൻഡ് സെറ്റാണ് ഏറ്റവും വലിയ ഘടകം. നമ്മുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അതാണ് നമ്മുടെ ലൈഫ്. മനസ്സിലില്ലാത്ത ഒരു സംഗതി നമ്മുടെ ലൈഫിലേക്ക് നേടാൻ കഴിയൂല. മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും നമ്മളെ ആഗ്രഹങ്ങളൊക്കെ നിറവേറിക്കൊണ്ട് നെഗറ്റീവ് ഉണ്ടാവരുത്. നെഗറ്റീവ് ഉണ്ടാവുമ്പോൾ നെഗറ്റീവിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. 2 മാർഗങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന് വിജയം, മറ്റൊന്ന് പരാജയം. നെഗറ്റീവിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജീവിതം പരാജയത്തിലേക്കും, പോസിറ്റീവിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജീവിതം വിജയത്തിലേക്കും എത്തിച്ചേരും. അപ്പൊ നമ്മുടെ എനർജി, ഉള്ളിലുള്ള മനസ്സ്, ആത്മാവ്, ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണോ ബിൽഡപ്പ് ആയത്, നമ്മുടെ ഏത് വയസ്സിലാണ് നമ്മൾ ഉള്ളതെങ്കിലും നമ്മുടെ എനർജി ഏത് രൂപത്തിലാണോ, നെഗറ്റീവിലാണ് നമ്മൾ വളർന്നതെങ്കിൽ നമുക്കൊന്നിനും ആത്മവിശ്വാസം ഉണ്ടാവില്ല, ഒന്നും ചെയ്യാൻ നമുക്ക് ധൈര്യം ഉണ്ടാവില്ല. എല്ലാത്തിനും ഒരു പേടിയായിരിക്കും. ഞാൻ പരാജയപ്പെടുമോ, അത് ചെയ്താൽ ഇങ്ങനെയാവുമോ, ഇത് ചെയ്താൽ അങ്ങനെയാവുമോ എന്നുള്ള ഒരു ആത്മവിശ്വാസമില്ലാത്ത ചിന്തകളായിരിക്കും നമ്മുടെ ഉള്ളിൽ വരിക. എന്നാൽ നമ്മുടെ മനസ്സ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ധൈര്യമുള്ള, എന്തും ചെയ്യാൻ ധൈര്യമുള്ള, പരാജയം വന്നാലും പരാജയം വിജയത്തിന്റെ മുന്നോടിയാണ്, ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ ലൈഫിനെ ഞാൻ മാറ്റും, എൻ്റെ ലൈഫിനെ ഞാൻ തിരിച്ചു പിടിക്കും, എൻ്റെ ഉള്ളിൽ എനിക്ക് സൃഷ്ടാവ് നൽകിയിട്ടുള്ള ഈ എനർജി
പവർഫുൾ ആയ എനർജിയെ കുറിച്ച്, എനർജിയാണ് എൻ്റെ ഉള്ളിലുള്ളത്, അതിനെ ഉപയോഗിച്ചുകൊണ്ട് നല്ല ഒരു ലൈഫ് ഞാൻ നേടും. ഗുഡ് മോർണിംഗ്, ഒരാൾ ഗുഡ് മോർണിംഗ് ഇട്ടത് കൊണ്ടാട്ടോ. നല്ലൊരു ലൈഫ് ഞാൻ നേടും എന്നുള്ള ഉറച്ച തീരുമാനമെടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ തുടങ്ങും. അതിനാദ്യം നമ്മുടെ എനർജിയെ, നെഗറ്റീവിലാണ് അത് വളർന്നതെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആക്കാൻ സാധിക്കണം. അപ്പൊ മിനിയാന്ന് ഒരു ഉപ്പയും ഉമ്മയും ഒരു കുട്ടിനെയും കൊണ്ടുവന്നു കൗൺസിലിങ്ങിന്. ആ കൊണ്ടുവന്ന സമയത്ത് ആ ഉപ്പയെ കണ്ടപ്പം തന്നെ എനിക്ക് മനസ്സിലായി ആ കുട്ടിനോടുള്ള സമീപനങ്ങളും സംസാരങ്ങളും. പിന്നെ ഒരൊറ്റ വാക്കാ എന്നോട് പറഞ്ഞത്. പക്ഷെ ആ കുട്ടിയുടെ മുന്നിലിട്ട് ആ ഉപ്പയെ മോശമായി പറയാൻ പാടില്ലല്ലോ എന്ന് കരുതിയിട്ട് ഒന്നും സംസാരിക്കാതെ പിന്നീട് ഫോണിലൂടെയാണ് കാര്യങ്ങൾ സംസാരിച്ചത്. EFT ആവുമ്പോൾ കുറച്ച് സമയം ഈ കുട്ടീനെ റെഡിയാക്കി എടുക്കാൻ, 21 വയസ്സായ ഒരു കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം ഫാദറിനും മദറിനും ടൈം, ഓരോ കേസ് മനസ്സിലാക്കിക്കൊണ്ടാണ് നീങ്ങല്. കുട്ടികളെ റെഡിയാക്കേണ്ടതാകുമ്പോൾ അതിനെന്നെ ഒരു 2-3 മണിക്കൂർ വരുന്നത് കൊണ്ട് ഇവരുടേത് കേൾക്കാൻ കഴിയില്ല. അപ്പോൾ ഇവരുടെ സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും എവിടെയാണ് പിഴച്ചത്. ഇങ്ങനെയാണ് നമ്മുടെ മക്കളുടെ ഒക്കെ എനർജി നെഗറ്റീവ് ആവുന്നത്. നമുക്ക് എല്ലാ വിവരവും ഉണ്ട്, കാർ വാങ്ങാനും വീട് വെക്കാനും നല്ല പണം ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് കഴിയും. പക്ഷെ നമുക്ക് നല്ലൊരു തലമുറനെ ഉണ്ടാക്കാനാണ് സാധിക്കാത്തത്. ഇതിലൂടെ മക്കൾ പല വേണ്ടാത്തരങ്ങളിലേക്കും നമ്മൾ അറിയാതെ പല ഫേക്ക് ഐഡിയിലേക്കൊക്കെ പോയി വഞ്ചിതരാകുന്ന ഒരവസ്ഥ. എന്നിട്ട് ഇവർ ഈ വിഷമങ്ങൾ ഉള്ളിലിട്ട് കൊണ്ട് നടക്കും. ഇവര് പറയൂല രക്ഷിതാക്കളോട്, നമ്മളോടാണ് പറയുന്നത്. കൗൺസിലേഴ്സിനോട് ഇവര് മനസ്സ് തുറക്കും. അപ്പൊ അവർക്ക് പരിഹാരം കിട്ടും എന്നുള്ള ഒരു ചിന്തയെന്നാണ് അവർ അവിടെ തുറക്കുന്നത്. എന്നിട്ട് ഈ വിഷമങ്ങളുമായി കൊണ്ട് നടക്കുമ്പോൾ ഇവർക്ക് സ്വഭാവ വൈകല്യങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിന് നമ്മൾ അടിക്കാനും വേദനിപ്പിക്കാനും ഷൗട്ട് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പരിഹാരം തേടാനല്ല നമ്മൾ പഠിച്ചത്. അപ്പൊ ഇങ്ങനെ ഇതിലൂടെയൊക്കെ നമ്മുടെ എനർജി നെഗറ്റീവായി മാറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ എനർജിയെ പോസിറ്റീവ് ആക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. പോസിറ്റീവ് ആക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും. ടൈം ഈസ് ഓവർ ആവുകയാണ്, നമ്മൾ മെഡിറ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക, കാലുകൾ തറയിൽ തട്ടിച്ച് ശ്വാസത്തിൽ മാത്രം നിരീക്ഷിച്ചുകൊണ്ട് നന്നായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഒരു പ്രകാശപൂരിതമായിട്ടുള്ള ഒരു എനർജി ഉള്ളിലേക്ക് പോകുന്നതായി ചിന്തിക്കുക. എന്നിട്ട് അടിവയറ്റിലെത്തുന്നത് വരെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ. നന്നായി ശ്വാസം അടിവയറ്റിലെത്തുന്നത് വരെ ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് സാവകാശം ഒരു 2 മിനിറ്റ് ഹോൾഡ് ചെയ്തതിന് ശേഷം ശ്വാസത്തെ പുറത്തേക്ക് വിടുക. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ. നന്നായി റിലാക്സ് ആയിക്കൊണ്ട് നമ്മുടെ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി, ഈ വായു, അതായത് ഓക്സിജൻ കലർന്ന ശുദ്ധവായു ഉള്ളിലേക്ക് നമ്മുടെ ആന്തരാവയവങ്ങളുടെ ഒക്കെ സുഗമമായ പ്രവർത്തനത്തിന് ഉള്ളിലേക്ക് എത്തുന്നു എന്നും ഇതിലൂടെ നമുക്ക് നന്നായി റിലാക്സ് ലഭിച്ചുകൊണ്ട് നമ്മുടെ ശരീരവും മനസ്സും റിലാക്സ് ആവുന്നതായും ചിന്തിച്ച് സാവകാശം ശ്വാസം പുറത്തേക്ക് വിടുക. ബ്രീത്ത് ഔട്ട്. ഇനി നാവ് മേലെണ്ണാക്കിൽ തട്ടിച്ചുകൊണ്ട് വായ ക്ലോസ് ചെയ്യാം. എന്നിട്ട് സാവകാശം റിലാക്സ് ആയിക്കൊണ്ട് ശ്വാസം അടിവയറ്റിലെത്തുന്നത് വരെ ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ
ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളും നെഗറ്റീവ് ചിന്തകളും പുറത്തേക്ക് പോകുന്നതായി മനസ്സിൽ കരുതുക, ചിന്തിക്കുക, സങ്കല്പിക്കുക. ഇനി ഒന്നുകൂടെ ബ്രീത്തിങ്. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വായ തുറന്നുകൊണ്ട് റിലാക്സ് ആയിക്കൊണ്ട് നമ്മൾ ശ്വാസത്തെ പുറത്തേക്ക് വിടണം. ബ്രീത്തിങ്. ശ്വാസം നന്നായി അടിവയറ്റിലെത്തുന്നത് വരെ ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലെ ഉള്ളിലുള്ള എല്ലാ വിഷമങ്ങളും പുറത്തേക്ക് പോകുന്നതായി ചിന്തിക്കുക, സങ്കല്പിക്കുക. ഒരുപാട് വിഷമങ്ങൾ നമ്മൾ അറിയാതെ നമ്മുടെ എനർജിയിലേക്ക് പിടിച്ചിട്ടുണ്ട്. അതെല്ലാം പുറത്തേക്ക് പോകുന്നതായി ചിന്തിക്കുക. ബ്രീത്തിങ്. നന്നായി അടിവയറ്റിലെത്തുന്നത് വരെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഭാവി എന്താണ് നാളെ നമ്മുടെ ലൈഫിൽ സംഭവിക്കുക എന്ന് നമുക്കറിയുകയില്ല. നമ്മളെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിൽ, അള്ളാഹുവിൽ, യേശുവിൽ നമ്മൾ ഭരമേൽപ്പിക്കാം. ആ ശക്തി എനിക്ക് എല്ലാം നന്മയിലാക്കി തരും എന്നുള്ള തോട്ട് കൊടുത്തുകൊണ്ട് നമ്മുടെ ഭാവിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പൺ ആയിക്കൊണ്ട് ശ്വാസത്തെ പുറത്തേക്ക് വിടണം. ഇനി ഒന്നുകൂടെ ബ്രീത്തിങ്. നന്നായി അടിവയറ്റിലെത്തുന്നത് വരെ നാവ് മേലെണ്ണാക്കിൽ തട്ടിച്ചുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ വായ ഓപ്പൺ ചെയ്തുകൊണ്ട് ശ്വാസം പുറത്തേക്ക് കളയാം. ആ സമയത്ത് നമ്മുടെ പേരൻസ്, നമ്മുടെ ഇണയുടെ പേരൻസ്, ഇവരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാരുണ്യം ലഭിക്കണമെന്നും മരണപ്പെട്ടവരാണെങ്കിൽ അവർക്ക് ആത്മീയ മോക്ഷം ലഭിക്കണമെന്നും അവരെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ദൈവത്തോട് ആവശ്യപ്പെടുക. ഇനി ഒന്നുകൂടെ ബ്രീത്തിങ്. ബ്രീത്തിങ് ചെയ്യുമ്പോൾ നാവ് മേലെണ്ണാക്കിൽ തട്ടിച്ച് ഉള്ളിലേക്ക് അടിവയറ്റിലെത്തുന്നത് വരെ റിലാക്സ് ആയിക്കൊണ്ട് ശ്വാസം എടുക്കുക. എന്നിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ അറിവിൻ പ്രകാശം പകർന്നു നൽകിയ ഗുരുക്കന്മാർ, അധ്യാപകർ, എത്രയോ ആളുകൾ നമ്മുടെ ലൈഫിൽ നല്ല നല്ല വിജ്ഞാനം പകർന്നു തന്നവരുണ്ട്. ഇവരെയൊക്കെ ഏറ്റവും നമുക്ക് സ്വാധീനിച്ച ആളുകളെ മനസ്സിൽ കണ്ടുകൊണ്ട് അവർക്ക് അനുഗ്രഹം ലഭിക്കണമെന്ന് നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുക. ഇനി ഒന്നുകൂടെ ബ്രീത്തിങ്. നന്നായി അടിവയറ്റിലെത്തുന്നത് വരെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് 1 മിനിറ്റ് ഹോൾഡ് ചെയ്യാം. എന്നിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നമ്മളെ വിഷമിപ്പിച്ച, നമ്മൾ പരസ്പരം പെരുമാറുമ്പോൾ നമ്മളോട് മോശമായി പെരുമാറിയ ഒരുപാട് ആളുകളുണ്ട്. അതിലേറ്റവും കൂടുതൽ നമ്മളെ വിഷമിപ്പിച്ച ആളെ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ നിരുപാധികം, നിങ്ങൾ എന്നോട് ചെയ്തിട്ടുള്ള മുഴുവൻ തെറ്റുകളും ഞാൻ നിരുപാധികം ക്ഷമിച്ചു തരുന്നു. എന്റെ ആരോഗ്യവും സമ്പത്തും സമാധാനവും അധികരിക്കുന്നതിന് വേണ്ടി, വർദ്ധിക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായും ക്ഷമിക്കുന്നു. നിങ്ങൾ എന്നോട് ചെയ്ത തെറ്റുകൾ മുഴുവനും ഞാൻ നിങ്ങൾക്ക് ക്ഷമിക്കുന്നു എന്നുള്ള ചിന്ത കൊടുക്കുക ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ. ഒന്നും കൂടെ ബ്രീത്തിങ്. നന്നായി റിലാക്സ് ആയിക്കൊണ്ട് നാവ് മേലെണ്ണാക്കിൽ തട്ടിച്ച് നമ്മുടെ ആന്തരാവയവങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിന് ഈ വായു ആവശ്യമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക, റിലാക്സ് ആയിക്കൊണ്ട്. എന്നിട്ട് 1 മിനിറ്റ് ഹോൾഡ് ചെയ്തിട്ട് സാവകാശം ശ്വാസത്തെ പുറത്തേക്ക് വിടാം. ശ്വാസം പുറത്തേക്ക് കളയുമ്പോൾ
നമ്മുടെ എനർജിയെ ഇനി പോസിറ്റീവ് ആക്കണം. നെഗറ്റീവാണ് എൻ്റെ എനർജി ഉള്ളതെങ്കിൽ എനിക്ക് പോസിറ്റീവ് ആക്കണം. എൻ്റെ ലൈഫിൽ മാറ്റം വരണം. എൻ്റെ ലൈഫിൽ ആരോഗ്യവും സമ്പത്തും സമാധാനവും എല്ലാം എനിക്ക് തിരിച്ചു പിടിക്കണം. എൻ്റെ എനർജി പോസിറ്റീവ് ആകുന്നതിലൂടെ ഇതെല്ലാം എൻ്റെ ഈ ലൈഫിൽ അത്ഭുതമുള്ളൊരു ജീവിതം എനിക്ക് ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് എൻ്റെ എനർജിയെ ഞാൻ പോസിറ്റീവ് ആക്കും എന്നുള്ള ഒരു ചിന്ത കൊടുത്തുകൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്യാം. ഇനി ഞാൻ പറയുന്നതിലേക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. സമ്പത്ത് സൃഷ്ടിക്കാനും കൈകാര്യം ചെയ്യുവാനുമുള്ള എൻ്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു. സമ്പത്ത് സൃഷ്ടിക്കാനും കൈകാര്യം ചെയ്യുവാനുമുള്ള എൻ്റെ കഴിവിൽ ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. സമ്പത്ത് നേടുന്നതിനുള്ള ഇൻബോൺ ആയിട്ടുള്ള കഴിവുകൾ തന്നുകൊണ്ടാണ് സൃഷ്ടാവ് ദൈവം എന്നെ ഈ ലോകത്തേക്ക് പറഞ്ഞു വിട്ടത്. പക്ഷെ എൻ്റെ പാഷൻ കണ്ടെത്താൻ എനിക്ക് ഇതുവരെ സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ സാമ്പത്തികമായി പ്രയാസം നേരിടുന്ന ഒരു അവസ്ഥയിലൂടെ ജീവിക്കേണ്ടി വന്നത്. അതുകൊണ്ട് സമ്പത്ത് സൃഷ്ടിക്കാനും കൈകാര്യം ചെയ്യുവാനുമുള്ള എൻ്റെ കഴിവിൽ ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും പണത്തെ ആകർഷിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും പണത്തെ ആകർഷിക്കുന്നു. ഞാൻ പണമുള്ള വ്യക്തിയാണ്. ഞാൻ പണത്തെ നന്നായി ഇഷ്ടപ്പെടുന്നു. എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉള്ളതിന് നന്ദി. എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉള്ളതിന് നന്ദി. ഞാൻ ധനത്തെ ആകർഷിക്കുന്ന കാന്തമായി മാറിയിരിക്കുന്നു. ഞാൻ ധനത്തെ ആകർഷിക്കുന്ന കാന്തമായി മാറിയിരിക്കുന്നു. സമ്പന്നത എൻ്റെ ജന്മാവകാശമാണ്. സമ്പന്നത എൻ്റെ ജന്മാവകാശമാണ്. സമ്പന്നത എൻ്റെ ജന്മാവകാശമാണ്. പണം സുഗമമായി എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. പണം സുഗമമായി എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. പണം സുഗമമായി എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. പണം ആവശ്യത്തിലധികം ധനം എപ്പോഴും എൻ്റെ പക്കലുണ്ട്. ആവശ്യത്തിലധികം ധനം എപ്പോഴും എൻ്റെ പക്കലുണ്ട്. ആവശ്യത്തിലധികം ധനം എപ്പോഴും എൻ്റെ പക്കലുണ്ട്. എനിക്ക് പണം ഇഷ്ടമാണ്. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. ഞാൻ പണത്തെ ബഹുമാനിക്കുന്നു. പണം എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. ഞാൻ പണത്തെ ബഹുമാനിക്കുന്നു. നിരവധി മാർഗങ്ങളിലൂടെ പണം എന്നിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കുന്നു. നിരവധി മാർഗങ്ങളിലൂടെ പണം എന്നിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കുന്നു. നിരവധി മാർഗങ്ങളിലൂടെ പണം എന്നിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ സമ്പൽ സമൃദ്ധിയെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ സമ്പൽ സമൃദ്ധിയെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ സമ്പൽ സമൃദ്ധിയെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ ഉള്ളിൽ ഇതുവരെ കൊണ്ടു നടന്ന ഒരുപാട് നെഗറ്റീവ് ചിന്തകളുണ്ട്. പണം ഉണ്ടാക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാതെ ഞാൻ മറ്റു പലരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് എൻ്റെ അച്ഛനും അമ്മക്കും എൻ്റെ ഉപ്പക്കും ഉമ്മക്കും പണമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ രൂപത്തിൽ ദരിദ്രവാസിയായി പോയത് എന്നുള്ള ചിന്ത ഞാൻ എത്രയോ പ്രാവശ്യം എൻ്റെ ഉള്ളിലേക്ക് കൊടുത്തു പോയിട്ടുണ്ട്. എൻ്റെ ഉള്ളിലുള്ള കഴിവിനെ കണ്ടെത്താതെ എൻ്റെ പാഷൻ മനസ്സിലാക്കാതെയാണ് ഞാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി പോയത്. ശരിക്ക് പണം നേടാനുള്ള എല്ലാ കഴിവുകളും എൻ്റെ ഉള്ളിൽ തന്നെ നിക്ഷേപിച്ചുകൊണ്ടാണ് സൃഷ്ടാവ് എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അതുകൊണ്ട് ഇത്തരം നെഗറ്റീവ് ചിന്തകളാണ് എന്നിലേക്ക് പണം ഒഴുകുന്നതിന് തടസ്സമായി നിന്നത് എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനാൽ ഇത്തരം നെഗറ്റീവ് ചിന്തകൾ ഞാൻ എൻ്റെ ഉള്ളിൽ കൊണ്ടു നടന്നതിന് ഞാൻ കാരണമാണ് എനിക്ക് പണമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തേണ്ടി വന്നത്. ഇത്തരം ചിന്തകൾ കൊണ്ടു നടന്നതിന് ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. ഐ താങ്ക് യു. ഐ ആം സോറി. ഐ ആം റിയലി സോറി. ആത്മാർത്ഥമായി ഞാൻ സോറി പറയുകയാണ്. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. ഐ താങ്ക് യു. പണം ഒരു എനർജിയാണെന്നും പണം തീവ്രമായി ആഗ്രഹിക്കുന്നവരിലേക്ക്, പോസിറ്റീവ് മൈൻഡ് ഉള്ളവരിലേക്ക് പണം ഒഴുകുമെന്നുള്ള സത്യം എനിക്ക് അറിയാതെ പലപ്പോഴും ഞാൻ നെഗറ്റീവ് ചിന്തകൾ കൊടുത്തുകൊണ്ട്
പണം ഉള്ളൊരു അവസ്ഥയിലേക്ക് ഞാൻ ഉയരുന്നതിന് പകരം പണമില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ട് പണത്തിനു വേണ്ടി യാചിക്കുന്ന, പ്രയാസപ്പെടുന്ന ഒരുപാട് അവസ്ഥകളിലൂടെ ഞാൻ എൻ്റെ ലൈഫിനെ നീക്കേണ്ടി വന്നു. അതുകൊണ്ട് എന്നിലുള്ള കഴിവിനെ കണ്ടെത്താത്തതാണ് ഞാൻ ഈ രൂപത്തിൽ അലയേണ്ടി വന്നത്. അതിനാൽ ഇത്തരം കഴിവിനെ കണ്ടെത്തുന്ന ചിന്തകൾ കൊടുക്കുന്നതിന് പകരം നെഗറ്റീവ് ചിന്തകൾ കൊടുത്തത് ഞാൻ ആത്മാർത്ഥമായി സോറി പറയുന്നു. ഐ ആം റിയലി സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. ഐ താങ്ക് യു. ഐ ആം റിയലി സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഞാൻ ആത്മാർത്ഥമായി നിന്നോട് ക്ഷമ ചോദിക്കുന്നു. നീ എനിക്ക് ക്ഷമിച്ചു തരണം. എങ്കിൽ മാത്രമാണ് എൻ്റെ ലൈഫിൽ മാറ്റം ഉണ്ടാവുക. ഐ ലവ് യു. എന്നെ സൃഷ്ടിച്ച ശക്തിയെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ആ പ്രകാശം ദൈവം പ്രകാശമാകുന്നു എന്ന് എല്ലാ ഗ്രന്ഥങ്ങളിലും എല്ലാ വിശ്വാസങ്ങളിലും പറയുന്നുണ്ട്. ഈ പ്രകാശത്തെ എൻ്റെ ഉള്ളിൽ എനിക്ക് കണ്ടെത്താൻ സാധിക്കാത്തതാണ് ഞാൻ എൻ്റെ ലൈഫിൽ നേരിടുന്ന എല്ലാ പ്രയാസവും എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് എന്നിൽ വന്ന തെറ്റിനെ ഞാൻ തന്നെ അംഗീകരിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ഞാൻ നിന്നോട് സോറി പറയുന്നു. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. ഐ താങ്ക് യു. ഞാൻ സമ്പത്തിനെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ സമ്പത്തിനെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ്. ഞാൻ സമ്പത്തിനെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ്. ധനത്തെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു. ധനത്തെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു. ഞാൻ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും അർഹിക്കുന്നു. ഞാൻ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും അർഹിക്കുന്നു. പരിധികളില്ലാത്ത പണം ഞാൻ ആകർഷിക്കുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് പരിധികളില്ലാത്ത പണം ഞാൻ ആകർഷിക്കുന്നു. പണം പ്രയാസമില്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു എനർജിയാണ്. പണം പ്രയാസമില്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു എനർജിയാണ്. പണത്തെക്കുറിച്ച് ഞാൻ വെച്ചിട്ടുള്ള സങ്കല്പങ്ങളാണ്, വിശ്വാസങ്ങളാണ് എനിക്ക് പണം എന്നിലേക്ക് ഒഴുകാതെ ബ്ലോക്കായി നിൽക്കേണ്ടി വരുന്നത്. ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ പണവുമായി ബന്ധപ്പെട്ട് കുട്ടിക്കാലം മുതൽക്കേ എൻ്റെ ഉള്ളിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. എൻ്റെ ഉള്ളിൽ വിശ്വാസമായിക്കൊണ്ട് രൂപപ്പെട്ടതാണ് ഞാൻ ഇന്നോ അനുഭവിക്കുന്ന പണത്തിന്റെ പ്രയാസം. അതുകൊണ്ട് പണം പ്രയാസമില്ലാതെ എൻ്റെ എന്നിലേക്ക് എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഞാൻ പണമാകുന്ന ഊർജത്തെ എന്നിലേക്ക് ആകർഷിക്കുന്നു. പണം ഒരു എനർജിയാണ്. പണം നന്മയാണ്. ഓരോ ദിവസവും പണം പല വഴികളിലൂടെ എന്നിലേക്ക് ഒഴുകുന്നു. ഞാൻ പണത്തെ ആകർഷിക്കുന്ന അതിശക്തമായ ഒരു കാന്തമാണ്. ഞാൻ പണത്തെ നന്നായി ഇഷ്ടപ്പെടുന്നു. ഞാൻ പണത്തെ നന്നായി ഇഷ്ടപ്പെടുന്നു. ഞാൻ പണത്തെ നന്നായി ഇഷ്ടപ്പെടുന്നു. പല വ്യക്തികളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ, പല സന്ദർഭങ്ങളിലൂടെ എൻ്റെ അടുത്ത് എപ്പോഴും എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന പണത്തിന് ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. ഐ താങ്ക് യു മണി. ഇത് എനിക്ക് നിലനിർത്താൻ സാധിക്കാത്തത് എൻ്റെ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്തകളാണ്. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. ഐ താങ്ക് യു. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. ഐ താങ്ക് യു. ബ്രീത്തിങ്. Breathe out. Breathing. നന്നായി അടിവയറ്റിൽ എത്തുന്നത് വരെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് റിലാക്സ് ആയിക്കൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്യാം. ബ്രീത്ത് ഔട്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ജനിച്ചത് മുതൽ ഇന്ന് വരെ എൻ്റെ എല്ലാ കാര്യങ്ങളും, എല്ലാം വാങ്ങിയിട്ടുള്ളതും എല്ലാ ആഗ്രഹങ്ങൾ നടത്തിയിട്ടുള്ളതും എല്ലാം ഈ പണം ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് പണത്തിന് നന്ദി പറയാതെ, പണം ഇല്ല എന്നുള്ള നെഗറ്റീവ് കൺസെപ്റ്റ്, നെഗറ്റീവ് വിശ്വാസങ്ങൾ, ചിന്തകൾ എൻ്റെ ഉള്ളിൽ കൊണ്ടു നടന്നതാണ് പണവും ഞാനും തമ്മിലുള്ള ആകർഷണം വരുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. അതുകൊണ്ട് ഇത്രയും കാലം
എന്നിൽ പണം ഉപയോഗിച്ചുകൊണ്ട് ഇതെല്ലാം നടത്താൻ എനിക്ക് സാധിച്ചതിന് ഞാൻ ആത്മാർത്ഥമായി പണത്തിനോടും ആ പണം നൽകാനുള്ള അവസരങ്ങൾ നൽകിയ ആ ശക്തിയോടും ആത്മാർത്ഥമായി ഞാൻ നന്ദി പറയുന്നു. താങ്ക്സ് ടു ഗോഡ്, താങ്ക്സ് ടു മണി. ഇത്തരം അവസ്ഥയിലേക്ക്, ഐശ്വര്യമുള്ളൊരവസ്ഥയിലേക്ക്, സമ്പത്തുള്ളൊരു അവസ്ഥയിലേക്ക് ഞാൻ എത്താത്തതിന് കാരണം എൻ്റെ ഉള്ളിലുള്ള മണി ബ്ലോക്കുകളാണ്. അതുകൊണ്ട് ഈ നെഗറ്റീവിൽ നിന്നും, എൻ്റെ എനർജി നെഗറ്റീവ് ആയതാണ് എൻ്റെ ഉള്ളിലേക്ക് ഇത്തരം മണി ബ്ലോക്കുകൾ വന്നത്. അതിനാൽ ഈ എൻ്റെ എനർജിയെ പോസിറ്റീവ് ആക്കുന്നതിന് വേണ്ടി ഇനി മുതൽ ഞാൻ പ്രതിജ്ഞ എടുത്തുകൊണ്ട് പോസിറ്റീവ് ചിന്തിച്ചുകൊണ്ടും മറ്റുള്ളവർക്ക് നന്മ നേർന്നുകൊണ്ടും മറ്റുള്ളവരെ കുറിച്ച് നല്ലത് ചിന്തിച്ചുകൊണ്ടും എൻ്റെ എനർജിയെ ഞാൻ പോസിറ്റീവ് ആക്കാൻ തീരുമാനിക്കുന്നു. ഇത്രയും കാലം ഈ തിരിച്ചറിവില്ലാതെ ഇത്തരം സാമ്പത്തിക പ്രയാസത്തിലൂടെ ഞാൻ കഴിയേണ്ടി വന്നത് എൻ്റെ അറിവില്ലായ്മ കാരണമാണ്. ഞാൻ ആത്മാർത്ഥമായി സോറി പറയുന്നു. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. I love you. I thank you. Breathe in. Breathe out. Breathe in. Breathe out. ഇനി കൈകൾ രണ്ടും വാമപ്പ് ചെയ്യാം. ചൂടാവുന്നത് വരെ നന്നായി ഉരതിയതിനു ശേഷം നന്നായി ശരിക്ക് വാമപ്പ് ചെയ്യാം. എന്നിട്ട് രണ്ട് കണ്ണുകളിലും മുഖത്തും തടവിയതിനു ശേഷം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തടവാം. എന്നിട്ട് എന്താണ് മനസ്സിലേക്ക് ഫീല് വരുന്നത്? ഒരു പോസിറ്റീവ് മൈൻഡ്, പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പണം നേടാൻ പറ്റും, എന്നിലേക്ക് പണം വരും എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടോ? അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളാണോ വരുന്നത്? ടീച്ചർ പറഞ്ഞതൊക്കെ ഇപ്പൊ ശരിയാണോ? അങ്ങനെയൊക്കെ പണം നമുക്ക് നേടാൻ കഴിയോ? കാരണം ഞാനൊക്കെ എൻ്റെ ലൈഫില് 45 വയസ്സ് വരെ, താങ്ക് യു, സോറി, വെൽക്കം, താങ്ക് യു എന്ന് ഇവിടെ റിട്ടേൺ മെസ്സേജ് ഉണ്ട്, അതുകൊണ്ടാണ്. എന്റെയൊക്കെ ലൈഫിൽ ഇതേപോലെ പണം നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റൂല, പണവും നമ്മളും തമ്മിൽ ഒരുപാട് അകലമുണ്ട് എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു, ഇതുപോലെ നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്നെല്ലാം മാറ്റം വരാൻ സാധിച്ചത് ഇത്തരം അറിവുകളും ഇത്തരം മെഡിറ്റേഷനുകളും ഒക്കെയാണ്. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ ഇവിടെ അടുത്തൊരു സംഭവം ഉണ്ടായി. നമ്മളെ മൈൻഡ് സെറ്റ് മാറിയാൽ നമ്മുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവും എന്നുള്ളൊരു തെളിവാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ മെഡിറ്റേഷനിലും എൻ്റെ ക്ലാസ്സും അറ്റൻഡ് ചെയ്തൊരു വ്യക്തി, ഈ മാസം 5-ാം തീയതിയാണ് ക്ലാസ് തുടങ്ങിയത്, പെയ്ഡ് ക്ലാസ് ആണ്. അപ്പോ തലേ ദിവസം ഞാൻ ആ വ്യക്തിയോട് എന്താണ് പ്രശ്നം, ഫസ്റ്റ് ഫീസ് അടച്ചത് ആ വ്യക്തിയാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പൊ എന്നോട് പറഞ്ഞത് 2 കാര്യമാണ്. ഒന്ന്, എനിക്ക് പലതും തുടങ്ങണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, എൻ്റെ ഉള്ളിൽ നിന്നും ഒരു ശക്തി പിന്നോട്ട് വലിക്കുന്നത് കാരണം എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരാളുടെ പാർട്ട്ണർഷിപ്പോട് കൂടി പോലും ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നെ രണ്ടാമത് കാര്യം പറഞ്ഞത് എപ്പോഴും പണത്തെക്കുറിച്ചുള്ള ഒരു നെഗറ്റീവ് ചിന്തയാണ്, ഒരു ആത്മവിശ്വാസം ഇല്ല, സമ്പത്ത് നേടാൻ പറ്റുമെന്നുള്ളൊരു ചിന്തയില്ല എന്ന്. ഫസ്റ്റ് ആ വ്യക്തിയാണ് എൻ്റെ ഫസ്റ്റ് ഡേയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. ലിങ്ക് ഓപ്പൺ ആക്കിയപ്പോൾ ആ വ്യക്തിയാണ് ഫസ്റ്റ് ഉള്ളത്. അങ്ങനെ 2 ദിവസവും പിന്നെ ആ വ്യക്തി കേറുന്നില്ല. അപ്പൊ ഞാൻ കരുതി ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലേക്കും, എന്താണെന്ന് അറിയണല്ലോ, നമ്മൾ പൈസ വാങ്ങിയതല്ലേ. അപ്പൊ ഞാൻ അന്വേഷിച്ചു, കോൾ ചെയ്തു, ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ കോൾ ചെയ്തു. അപ്പൊ എന്നോട് പറഞ്ഞത്, തലേ ദിവസം പറഞ്ഞ അനുഭവമല്ല, നിങ്ങള് ഫസ്റ്റ് ഡേയിലെ ക്ലാസ് കഴിഞ്ഞ് പിറ്റേത്തെ ദിവസം എനിക്കുണ്ടായ അനുഭവം. പിറ്റേത്തെ ദിവസം തന്നെ ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്കൊരു പ്രൊജക്റ്റ് ലഭിച്ച് ഞാൻ ഭയങ്കര ബിസിയിലായിപ്പോയി അതിനുശേഷം. അതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഒരു കാര്യം, പാർട്ട്ണർഷിപ്പോടിലൂടെയെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നത്, എനിക്കതും ചെയ്യാൻ സാധിച്ചു. ഇപ്പൊ ഞാൻ ഭയങ്കര ബിസിയാണ്. നിങ്ങളുടെ ക്ലാസ് റെക്കോർഡ് ഞാൻ കേൾക്കും, ക്ലാസ് ഞാൻ എന്തായാലും കേൾക്കും, പക്ഷെ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഇതുപോലെ ഒരുപാട് റിസൾട്ടുകൾ ഇത്തരം മൈൻഡ് സെറ്റ് മാറ്റുന്നതിലൂടെ ലൈഫ് മാറുന്നതായിട്ട് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. 100-ലധികം ആളുകൾ എൻ്റെ കോഴ്സ് ചെയ്തിട്ടുണ്ട്. ഒരാളും തന്നെ ഒരു പ്രയോജനവും ഇല്ല എന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അവരോടൊക്കെ ഞാൻ ചേരുമ്പോ പറയല്,
നിങ്ങൾക്ക് പണം തിരിച്ചു തരും, ഒരു ഉപകാരവും ഇല്ലെങ്കിൽ. പക്ഷെ ഒരാൾക്ക് പോലും എനിക്ക് പൈസ തിരിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല. അത്രയും ഗ്യാരണ്ടിയിലൂടെയാണ് ഞാൻ അവരെയൊക്കെ ചേർത്തുന്നത്. കാരണം ഒരാളെ പണവും നമുക്ക് അർഹതയില്ലാത്തത് നമ്മൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് അങ്ങനെ മറ്റുള്ളവരെ ചേർത്തുന്നത്. ഇതുപോലെ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റിയാൽ, റിച്ച് മൈൻഡ് സെറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ പണമുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. ഇത്തരം സംഗതികളൊന്നും നമ്മളോട് പറയാൻ വരെ ഒരാളും ഇല്ല. പണമില്ലെങ്കിൽ കുറ്റപ്പെടുത്താനും കളിയാക്കാനും ഒറ്റപ്പെടുത്താനും നെവർ മൈൻഡ് ആക്കാനും അവഗണിക്കാനും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട്. എന്നിട്ട് അതിലൊക്കെ ദുഃഖിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞ് മഹത്തായ ഒരു ജീവിതം ജീവിക്കുന്നതിന് പകരം നെഗറ്റീവ് അടിച്ച് ലൈഫിൽ നിന്നും ഉൾവലിഞ്ഞ് ഡിപ്രഷനായി. ഇങ്ങനെ ഡിപ്രഷൻ ഒരു മനുഷ്യനും കാണാൻ പറ്റൂല. അവനവന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ഇമോഷൻസ് ആണ് ഡിപ്രഷൻ എന്നുള്ളത്. അപ്പോ ഇങ്ങനെ ജീവിതം തകർക്കാനുള്ളതല്ല നമ്മുടെ ലൈഫ്. നമുക്ക് സൃഷ്ടാവി എനർജി നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ ഉപയോഗിച്ച് അന്തസ്സോടെ, സന്തോഷത്തോടെ, സമ്പത്തോടെ, ഐശ്വര്യത്തോടെ എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഐശ്വര്യവും പോസിറ്റീവ് ചിന്തകളും അനുഗ്രഹവുമുള്ള സന്തോഷമുള്ള ഒരു ദിവസമാക്കി ഇന്നത്തെ ദിവസം മാറ്റട്ടെ എന്നും, എനർജറ്റിക്കായ ഒരു ദിവസമാക്കി ഇന്നത്തെ ദിവസം മാറ്റട്ടെ എന്നും, അതുപോലെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് എല്ലാവർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, ആർക്കെങ്കിലും എന്തോ സംശയം ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ഒരു മിനിറ്റ് ചോദിക്കാം. ഇല്ല, ഞാൻ ഓഫാക്കട്ടെ. ടൈം ഈസ് ഓവർ.